ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇപ്പോൾ രാത്രിയായി, നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഒരാളും കൂടി കാണിച്ചു തരാം. അതാ പൊന്നിതാ എൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. അവന് നല്ല ഉറക്കം വന്നിട്ടോ, ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണമായിട്ടുണ്ട്. അപ്പം അവൻ ഉറങ്ങാൻ വന്നിട്ടുള്ള എന്നെ ഒരിക്കൽ മാന്തുകയും ചെയ്ത് ഇപ്പോൾ എന്നെ മാന്താൻ നോക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട്. അപ്പം നമുക്ക് രാവിലെ കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയാണ് മുറ്റടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തത്. പൊന്നാണെങ്കിൽ എൻ്റെ പിന്നാലെ ഉണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ പൂവിടുന്നുണ്ടെങ്കിലും ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അത് കാണണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ തന്നെ നടക്കും. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ബാക്കി വെച്ച കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് കുഞ്ഞൊരു അത്തപ്പൂക്കളാണ് ഞാൻ ഇടുന്നത്. കാരണം നമുക്കിന്ന് അമ്പലത്തിൽ പോകണം. അപ്പം അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പോഴേക്കും പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നേരം വൈകും. അതുകൊണ്ട് പൂക്കൾ ഇട്ടിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരം നമ്മൾ പൂക്കൾ വരയ്ക്കാൻ വേണ്ടി റബ്ബർ തോട്ടത്ത് പോയൊരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കുമാണ് ഉച്ച കഴിഞ്ഞ് നല്ല മഴ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടി റെഡിയായി നിന്നതാണ്. മഴ പെയ്യലും ഫുൾ ഇരുട്ടായതോടുകൂടി ഇനി എവിടെയും പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പൂക്കളൊന്നും പറിക്കാൻ പോയില്ല. അപ്പോൾ ഒരു കുഞ്ഞു അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാവിലെ നമ്മൾ പൂക്കൾ ഇട്ടതിന്റെ കുറച്ച് ബാക്കി അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം, അതുകൊണ്ട് ഇടാൻ പറ്റി. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇവിടെ പോയിട്ട് പൂക്കളൊക്കെ പറിക്കാനാ. അപ്പൊ ഞാനും അമ്മയും കൂടെ പോയി തുടങ്ങി. നല്ല കോടയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാഗത്ത് കോട കാണുന്നത്. ചില സമയത്തൊക്കെ നല്ല തണുപ്പാണ്, പക്ഷെ അധികം കോട വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. നല്ലൊരു മൂട് കെട്ടിയ അന്തരീക്ഷമായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടും. അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അവിടെ ഫുള്ള് നെൽകൃഷിയാണ്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇപ്പൊ നെൽകൃഷിയൊക്കെ കാണുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഒന്നും കാണാനേ ഇല്ല. കുഞ്ഞു കുഞ്ഞു നെൽക്കതിരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. തൊട്ടിപ്പുറം തന്നെ വലിയൊരു ആൽമരമുണ്ട്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും. അങ്ങനെ നമ്മൾ ആദ്യം അമ്പലക്കുളത്തിൽ ഇറങ്ങി കാലൊക്കെ കഴുകി അതിനുശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ചന്ദനൊക്കെ തൊട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുവാണ്. ഇനി നമുക്ക് പായസവും കൂടി വാങ്ങിക്കണം. അപ്പം അമ്മ പോയി റെസീറ്റൊക്കെ മുറിച്ചു. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ അത് കൊടുക്കണം. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് പായസം തരുന്നത്. അങ്ങനെ പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു അമ്പലത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ്. ആ ഒരു 2 ദിവസവും നല്ല തിരക്കാട്ടോ, അടുക്കാൻ പറ്റൂല. ഇന്ന് വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വേഗം തൊഴുതിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയാണ്. ഗണപതിയുടെ അമ്പലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ ശരിക്കും ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ സൗണ്ട് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വോയിസ് ഓവറൊക്കെ കൊടുത്തത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറയാണ്, നോക്കിക്കോ, ചിരിച്ചോ, ഇതൊക്കെ യൂട്യൂബിൽ വരുന്നതാന്ന് പറഞ്ഞ് ചിരിപ്പിക്കുവാണ് കേട്ടോ. ഇനി നല്ല പോസിറ്റീവ് എനർജിയാണ്. കാരണം രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയോണ്ടാന്ന് തോന്നുന്നു. കുറേ നാളായി ഇങ്ങനെ വന്നിട്ടൊക്കെ. നമ്മളിതാ വീട്ടിലെത്തി. അപ്പോൾ കുന്നിറങ്ങി വരുമ്പോൾ നമ്മൾ പൊന്നൂനെയാട്ടോ നോക്കുന്നത്. അവൻ എപ്പോഴും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പം ഇന്ന് അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം, വരുന്നുണ്ടോ നോക്കാം. അവന് നമ്മൾ മീനെല്ലാം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവനാണ് കേട്ടോ ഞാൻ മീൻ വാങ്ങിയത്. അപ്പം ഇതാ അവൻ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സുന്ദരനാണ്. നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പായസം നമുക്ക് എന്തായാലും ആദ്യം പൊന്നൂന് കൊടുക്കാം. പൊന്നൂന് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും എല്ലാം ഫസ്റ്റ് കൊടുക്കുന്നത്. ഈ വീട്ടിൽ അവനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പം ഇന്ന് ഗൈസ് അവന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇനിയും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഇൻട്രോയിൽ തന്നെ പറയാനായിരുന്നു. അപ്പോഴാണ് കമലേച്ചിനെ കണ്ടത്. ഞാനിങ്ങനെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഫോൺ പൊക്കി പിടിച്ചപ്പോൾ കമലേച്ചി അതുവഴി പോകുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള ആളാണ് കേട്ടോ. അപ്പം എനിക്ക് മടിയായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ ഫോൺ താഴ്ത്തി. പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. എനിക്ക് ആളെ കണ്ടാൽ ഭയങ്കര മടിയാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2ാമത്തെ വർഷം ആവുകയാണ്. കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒമാനിലായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കേക്ക് കട്ടിങ്ങും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഏട്ടൻ ഇവിടെ ഇല്ല, പുറത്തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു മിസ്സിങ് എന്തായാലും ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു രാവിലെ നമുക്ക് ചെറിയ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാന്ന് പറഞ്ഞാണ്. പക്ഷെ ഏട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കേക്ക് വാങ്ങാനൊന്നും നിന്നില്ല.
കേക്ക് വാങ്ങാൻ തോന്നിയില്ല കേട്ടോ, അതിനൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ അമ്പലത്തിൽ പോയി പായസം കഴിപ്പിച്ചു, പിന്നെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അത്ര മാത്രമേ നമ്മുടെ ചെറിയൊരു പരിപാടി ഉള്ളൂ. ഫുഡിന്റെ പരിപാടിയൊന്നും ഇല്ല, എല്ലാം നോർമലായിട്ട് മാത്രമേ ഉള്ളൂ. ഇന്നേക്ക് 2 വർഷമായി എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. ഞാൻ ഓർക്കുവാണ് ശരിക്കും 2 വർഷം ആയോ എന്ന്. വർഷം കഴിഞ്ഞത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ അത്രയും ഹാപ്പി ആക്കി വെച്ചോണ്ടായിരിക്കാം 2 വർഷം പോയത്, അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ എന്തായാലും ഇനി പൂക്കളൊക്കെ പറിക്കാൻ പോകണം. ഇന്നലെ കുറച്ച് പൂക്കൾ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ രാവിലെ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അമ്പലത്തിൽ പോയിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നേരം വൈകുമല്ലോ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നാളത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ പറിക്കാൻ പോകണം. നമ്മുടെ താഴത്തെ ഭാഗത്തേക്ക് റബ്ബറാണ് ഫുള്ള്. അപ്പൊ അതിൽ കുറെ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് പറിക്കണം. നമ്മുടെ പറമ്പിലൊന്നും ഇല്ല. അപ്പൊ അവിടെ പോയിട്ട് പറിക്കുന്ന ചെറിയൊരു വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതാ ഏതോ ഒരു പൂച്ച ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീടിപ്പം പൂച്ചേന്റെ സങ്കേതമാണ്. എവിടുന്നല്ലോ പൂച്ച വരുന്നുണ്ട്. എവിടുന്നോ വന്ന പൂച്ചയാണ്. അപ്പൊ അതിന് നമുക്ക് എന്തായാലും എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമുക്ക് പായസം കൊടുക്കാം. അവനും ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇവനാട്ടാ നമ്മുടെ വീട്ടിൽ വന്നത്. അപ്പൊ ഇവൻ എന്തായാലും ഇട്ട് കൊടുക്കാം. അവനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി, എല്ലാരും ഹാപ്പി. ഓ, അവനെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടാ. നല്ല മധുരല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. പക്ഷെ നമ്മളെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ ഇപ്പോഴും ചുമരിലുണ്ട്. ഇതാ 2022 പക്ഷെ ഇതിപ്പോഴും അമ്മ കളഞ്ഞിട്ടില്ല. അമ്മ കാത്ത് സൂക്ഷിക്കുകയാണ്. അപ്പം ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കുവാണ്. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ നേരത്തെ ഇട്ടതിൻ്റെ ചെറിയൊരു സെയിമാണ്. ഇതെൻ്റെ കയ്യിൽ 4-5 വർഷമായി. ഞാൻ പണ്ട് പയ്യന്നൂർ ഒരു ട്രൂപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, ഗാനമേള ടീമിൽ. ആ സമയം ഞാൻ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. ഫസ്റ്റ് പ്രോഗ്രാമിന് ഇട്ടതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ 1-2 തവണ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഷെൽഫിൽ മടക്കി വെച്ചു. പിന്നെ അത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഉറുമ്പരിച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട് ബാക്കിൽ വന്നിട്ട്. അപ്പം ഇനി ഇത് എവിടെയും പോകുമ്പോൾ ഇടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മൾ വന്നപ്പോൾ കുറേ കൃഷ്ണ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് അതൊന്നും ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ളായിട്ടും പറിക്കാം. കാരണം ഇനിയിപ്പോൾ ഓണത്തിന് 2-3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ പൂക്കളൊക്കെ പറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.